عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد سيد المرسلين وإمام المتقين وخاتم النبيين وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والملائكة المقربين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ്, അഷ്റഫ് സഖാഫി ഉസ്താദ്, ഖാസിം ഉസ്താദ്, മിസ്ബാഹ് ഉസ്താദ്, ഉസ്മാൻ ഹാജി, അതുപോലെ അബ്ദുർ റഷീദ് ഹാജി ബള്ളാര, മാന്യ സഹോദരി സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം ആഖിറത്തിൽ ഉപകാരപ്രദമായ അമലുകൾ പെടുത്തി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ മുമ്പിലുള്ള കസാലിൽ ഒന്നെല്ലാം മുതഅല്ലിമീങ്ങളൊന്ന് ആ മുമ്പിലെ കസാലിൽ വന്നിരിക്കും. പ്രത്യേകം സൂചിപ്പിച്ചാൽ തന്നെ അറിയണം. ഒന്ന് എണിച്ചിട്ട് ആ കസാല പൂർത്തിയാക്കും. ആ ബാക്കിലിരിക്കുന്ന മുമ്പിൽ വന്നിരുന്നാൽ വലിയ റാഹത്തായിരിക്കും, വലിയ കൂലിയാണ്. ഇൻഷാ അല്ലാഹ് അളക്കമജൽ ഉസ്താദ് ഇങ്ങോട്ട് വരും. നമ്മളെ അൽഹംദുലില്ലാ എല്ലാ വർഷവും മൂടർക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ ഉറൂസും ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയുടെ സമാപന പരിപാടിയാണ് ഇന്ന്. അൽഹംദുലില്ലാ 4 ദിവസം വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ പരിപാടി നടന്നു. ഒരുപാട് ഉസ്താദുമാർ വന്ന് നല്ല വാളുകൾ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഉറൂസിന്റെ പരിപാടിക്ക് വേണ്ടി മാസങ്ങളോളം അധ്വാനിച്ച ഇവിടത്തെ പ്രവർത്തകന്മാർ അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അചഞ്ചലമായ ഈമാൻ ഓരോ ആളുകൾക്ക് അത് ഉണ്ടായാലേ ആഖിറത്തിൽ വെച്ച് വലിയ പ്രതിഫലവും സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. ഈമാനികമായിരിക്കുന്ന വിഷയത്തിൽ എപ്പോഴും മുഅ്മിനാകുന്ന ആളുകൾ മുൻപന്തിയിലാണ് വേണ്ടത്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അതെല്ലാം വരുമ്പോൾ നമ്മുടെ ആശയത്തിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും തെറ്റിപ്പോകാതെ അചഞ്ചലമായ ഈമാൻ കാത്തു സൂക്ഷിക്കൽ വളരെ അനിവാര്യമാണ്.
ഈ ഭൗതികമായ ലോകം താൽക്കാലികമായ ലോകമാണ്, തീർന്നു പോകുന്ന ലോകമാണ്. എന്നെന്നും ശാശ്വതമായ ലോകം പാരത്രിക ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ ലോകത്ത് പരീക്ഷണങ്ങൾ എത്രയുണ്ടോ ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ അവര് ജീവിതത്തിൽ ഇസ്ലാമികമായ ആശയങ്ങൾ അതനുസരിച്ച് ജീവിക്കുകയും ഈമാനിന്റെ വിഷയത്തിൽ ഒരളവോളം പിന്നോട്ടില്ലാതെ ജനങ്ങളെ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ മതത്തിലെ, ഇസ്ലാമാകുന്ന മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, മഹാനായിരിക്കുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞു കൊല്ലുകയാണ്. എന്തിനാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നത്? യാസീൻ സൂറത്തിൽ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ വിശദീകരിക്കുകയാണ്. മഹാനായ ഹബീബുൻ നജ്ജാർ തങ്ങളോട് ശത്രുക്കളൊക്കെ പോയി, നിങ്ങളതാ ഇസ്ലാം മതത്തിൽ നിന്ന് രാജിവെക്കണം, നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ആരെ മുമ്പിലും തളരാതെ പകരാതെ മഹാനവറുകൾ പറഞ്ഞത്, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, നിശ്ചയമായും ഞാൻ നിങ്ങളെ റബ്ബ് ആകുന്ന അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ കൂക്ക് വിളിക്കുകയോ എറിയുകയോ ചെയ്യരുത്. ഫസ്മഊൻ ഐ ഇസ്മഊ ഖൗലി, എന്റെ ഖൗല്, എന്റെ വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ മുമ്പിൽ പകരാതെ തളരാതെ പറഞ്ഞപ്പോൾ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ഫറജമുഹു, ശത്രുക്കൾ എറിയുകയാണ്, കല്ലെറിയുകയാണ്. ഫമാത, ഉടനെ മഹാനവറുകൾ വഫാത്തായി. ആ സമയത്തിലല്ലേ ഖുർആൻ യാസീൻ സൂറത്തിൽ കാണാം, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ ഖീല ദുഖുലിൽ ജന്നah. മഹാനവറുകളെ എറിഞ്ഞു കൊന്ന സമയത്തിൽ പറയപ്പെടുകയാണ്, മരണസമയത്തിൽ മഹാനായ ഹബീബുൻ നജ്ജാർ തങ്ങളോട് പറയുകയാണ്, ഉദ്ഖുലിൽ ജന്നah, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുക. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, ഹബീബുൻ നജ്ജാർ തങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ഹയാത്തായവരായ നിലക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുന്നു. സ്വർഗ്ഗത്തിൽ എത്തിയപ്പോൾ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാസീൻ സൂറത്തിൽ അല്ലാഹു വ്യക്തമായി പറയുകയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ സന്തോഷത്തോടുകൂടെ ഹബീബുൻ നജ്ജാർ തങ്ങൾ പറയുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ഖൗമീങ്ങൾ എന്നെ എറിഞ്ഞ, എന്നെ കൂക്ക് വിളിച്ച, എന്നെ മർദ്ദിച്ച, എന്നെ വിമർശിച്ച, എന്നെ അടിച്ച, എന്നെ ആട്ടി ഓടിച്ച ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് അവർ അറിയേണ്ടത്? എന്ത് വിഷയമാണ് അവർ അറിയേണ്ടത്? അത് മഹാനായിരിക്കുന്ന ഹബീബുൻ നജ്ജാർ തങ്ങൾ പറയുകയാണ്, ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എനിക്ക് എന്റെ റബ്ബ് എനിക്ക് മാപ്പ് നൽകി എന്ന ആ വർത്തമാനം, ബിമാ ഒരു സംഗതി കൊണ്ട്, ഗഫറ ലീ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ആ വിഷയം എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വജഅലനീ മിനൽ മുക്രമീൻ, എനിക്ക് വലിയ കറാമത്ത് നൽകപ്പെട്ട വിഷയം എന്റെ ജനങ്ങൾ, എന്നെ ആട്ടി ഓടിച്ച ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വലിയ കറാമത്ത് സ്വർഗ്ഗത്തിൽ കൊടുത്തപ്പോൾ അല്ലാഹ് മാപ്പ് കൊടുത്ത സംഗതിയൊക്കെ
എന്റെ ജനങ്ങൾ അറിഞ്ഞും കൊണ്ട് ഹിദായത്തിലേക്ക് അവര് വന്നാൽ നന്നായിരുന്നു എന്ന ചിന്തയാണ്. കാരണം എന്തേ? എല്ലാവർക്കും ഇവിടെ ഈമാൻ ഉണ്ടാകണം, എല്ലാവർക്കും ഹിദായത്തുണ്ടാകണം, എല്ലാവരും നല്ല ജീവിതം ഉണ്ടാകണമെന്ന് ചിന്തിച്ച മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കറാമത്ത് യാസീൻ സൂറത്തിൽ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യാസീൻ സൂറത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇഖ്റഊ സൂറത്ത യാസീൻ, യാസീൻ സൂറത്ത് നിങ്ങൾ ഓതണം. അലാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ അരികത്ത് വെച്ചും കൊണ്ട് യാസീൻ ഓതണം. മരിച്ച വീട്ടിലും ഓതണം, മരിച്ചവരെ സമീപത്ത് ഓതണം. മരണം ആസന്നമായ ആളടുക്കൽ യാസീൻ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ യാസീൻ സൂറത്ത് തന്നെ പറ്റുകയില്ലെന്ന് വഹാബികൾ പറയുന്നു. കാരണം എന്തേ? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കറാമത്ത് യാസീൻ സൂറത്തിൽ ഉണ്ടാകുമ്പോൾ കറാമത്ത് നിഷേധിച്ചത് കൊണ്ട് യാസീൻ സൂറത്ത് തന്നെ പറ്റില്ല എന്നവർ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ മഹാന്മാരായിരിക്കുന്ന ആളുകൾക്കുള്ള കറാമത്ത് അത് ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന്റെ ശേഷവും വലിയ കറാമത്തുണ്ട്. അചഞ്ചലമായ ഈമാനോടുകൂടെ സൽക്രമങ്ങൾ പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനും തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ സമമല്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളും അതുപോലെ തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ ഒരുപോലെയല്ല. ഇവിടെ മൂടർക്കയിൽ അന്ത്യവിശ്രമമുള്ള ഔലിയാക്കൾ, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ശില്പിയായ ബഹുമാനപ്പെട്ട ശൈഖുനാ ടി.എച്ച്. ഉസ്താദ് അവറുകൾക്കുള്ള ആണ്ട് നേർച്ച മിഞ്ഞാന്ന് കഴിഞ്ഞു. അവര് സുബ്ഹാനല്ലാഹ് ഇവിടെ സുന്ദരമായ നിരക്കവര് ഇസ്ലാമിന്റെ ആശയങ്ങൾ അതാ കാഴ്ചവെച്ചതുകൊണ്ട് നല്ല ബഹുമാനത്തോടുകൂടെ അന്തസ്സോടുകൂടെ കടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അവരെ സമീപിക്കുന്നു, യാസീൻ ഓതുന്നു, സൂറ അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഓതി എല്ലാ ദിവസവും ഇവിടെ ദുആ നടത്തുന്നു. അവർ തമ്മാടിത്തരം ചെയ്ത ആളുകളും ഇഷ്ടദാസന്മാരായ ഔലിയാക്കളും ഒരുപോലെയല്ല. അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജാസിയ എടുത്തു നോക്ക്, അല്ലാഹു വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون قال الله عز وجل. സൗണ്ട് ഇല്ലാണ്ട് നടക്കൂല, ഞങ്ങൾക്ക് സൗണ്ട് അല്ല നിങ്ങൾക്ക്. قال الله عز وجل, അല്ല ചോദിക്കുകയാണ്, തെറ്റുകൾ പ്രവർത്തിച്ച തമ്മാടിത്തരം ചെയ്ത ആളുകൾ ധരിച്ചോ, അന്നജഅലഹും അവരെ നാം ആക്കുമെന്നു എന്നതിനെ അവർ ധരിച്ചോ. ആരെപ്പോലെ? കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അചഞ്ചലമായ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ, സൽപ്രവർത്തി ചെയ്തതായ ഇഷ്ടദാസന്മാരാകുന്ന മുഅ്മിനീങ്ങൾ, മഹത്തുക്കൾ, അവരെ പോലെ നാം ആക്കുമെന്ന് തെറ്റിദ്ധരിച്ചോ. തെറ്റ് ചെയ്യുന്ന ആളുകൾ, തെറ്റ് പ്രവർത്തിച്ച ആളുകൾ അങ്ങനെ ധരിച്ചോ? അങ്ങനെ ധരിക്കണ്ട, വിചാരിക്കണ്ട. എന്നിട്ട് അല്ലാഹ് പറയാണ്, സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അചഞ്ചലമായ ഈമാനുള്ളവർ, സൽപ്രവർത്തി ചെയ്ത ആളുകള്, സവാഅം മഹ്യാഹും വമമാതുഹും, അവരെ ജീവിതവും മരണവും തുല്യമാണ്. ജീവിതകാലത്തുള്ളതിനേക്കാൾ പവർ വഫാത്തിന്റെ ശേഷം അവർക്കുണ്ട് കേട്ടോ. ചില ഇഷ്ടദാസന്മാരായ ഔലിയാക്കളെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നത് വഫാത്തിന്റെ ശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഇഷ്ടദാസന്മാരായ ഔലിയാക്കളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഹിദായത്ത് നിലർത്തി തരട്ടെ. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് വാട്സാപ്പിന്റെ കാലമാണ്, യൂട്യൂബിന്റെ കാലമാണ്, മൊബൈലിന്റെ കാലമാണ്.
പല ആളുകളും വഹാബികൾ പലതും പറഞ്ഞും കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന കാലമാണ്. ആണ്ട് നേർച്ച എന്നുള്ളത് ഹബീബായ മുത്തനബി തങ്ങളെ കാലത്ത് ആണ്ട് നേർച്ചയുണ്ടോ? മുത്തനബി തങ്ങളെ കാലത്ത് ഉറൂസുണ്ടോ? തങ്ങളെ കാലത്ത് എല്ലാവരും വർഷത്തിൽ ഒരു പ്രാവശ്യം, ഇല്ലെങ്കിൽ 2 വർഷത്തിനൊരു പ്രാവശ്യം, 5 വർഷത്തിനൊരു പ്രാവശ്യം ഒരുമിച്ച് കൂടലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് വിവരമില്ലാത്തവരാണ്, ഖുർആൻ പഠിക്കാത്തവരാണ്, ഹദീസ് പഠിക്കാത്തവരാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിൽ അതാ ഷഹീദാകപ്പെട്ട ശുഹദാക്കളില്ലേ, ഉഹുദ് ശുഹദാക്കളെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്തിന് വേണ്ടി അവിടെ പോവുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഇതാ ഹദീസിൽ നമുക്ക് കാണാം. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാദി തങ്ങൾ ഉസ്താദുകൾ പ്രസംഗിക്കാറുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കൂരുക്കോയി തങ്ങൾ ഉസ്താദ് പ്രസംഗിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലാതെ ഈ മഹത്തായ പരിപാടിയിൽ നിന്ന് ആരും ക്ഷീരണി വാങ്ങാതെ, തബറുക്ക് വാങ്ങാതെ പോകരുതെന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് നടത്തിയിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായിരുന്നു. യഅതി ഖുബൂറ ശുഹദാഇ റഅസ കുല്ലി ഹൗലിൻ. ശുഹദാക്കളെ ഖബർ സിയാറത്ത് എല്ലാ വർഷത്തിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വയഖൂലു റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട്, അസ്സലാമു അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖുബദ്ദാർ എന്ന് പറഞ്ഞ് ശുഹദാക്കൾക്ക് സലാം പറഞ്ഞ് എല്ലാ വർഷത്തിന്റെ തുടക്കമാകുമ്പോൾ ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് നടത്താറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ട സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കൾ എന്താ ചെയ്തത്? ഹബീബായ മുത്തുനബി തങ്ങൾ എങ്ങനെയാ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് നബി തങ്ങൾ ചെയ്തത്, അതൊക്കെ അപ്പോൾ സ്വീകരിച്ചവരാണ്. അങ്ങനെ സ്വീകരിച്ച സ്വഹാബാക്കൾ അതാ ഇത് വിശദീകരിച്ചും കൊണ്ട് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിലും, അത് മാത്രമല്ല ഇബ്നു തൈമിയ, വഹാബികളെ നേതാവ് ഇബ്നു തൈമിയ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ നേരെ ശിഷ്യനായ ഇബ്നു കസീർ, അദ്ദേഹത്തിന്റെ ഇബ്നു കസീർ എന്ന തഫ്സീറിലും രേഖപ്പെടുത്തുകയാണ്, ഹബീബായ മുത്തുനബി തങ്ങള് അതാ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് നടത്തിയെന്ന് മാത്രമല്ല, വൽ ഖുലഫാഉൽ അർബഅതു കാനൂ യഫ്അലൂന ഹകദാ. 4 ഖുലഫാഉർ റശീദീങ്ങളും പിൽക്കാലത്ത് അതാ ശുഹദാക്കളെ സിയാറത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു സ്വഹാബാക്കൾക്കും തർക്കമില്ല, ഒരു മഹാന്മാർക്കും തർക്കമില്ല. ആണ്ട് നേർച്ചക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. ഇനി നോക്ക്, മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നാം ഷാഫിക്കാരാണ്, എന്തൊരു അഭിമാനമാണ്. നമ്മുടെ മദ്ഹബ് ഷാഫി മദ്ഹബാണ്. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞ വിഷയത്തിൽ നാം സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂ ഹനീഫ ഇമാമിനെ എല്ലാ ദിവസവും സിയാറത്ത് നടത്തി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയായ മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയട്ടെ, ഇന്നി ലഅതബറകു ബി അബി ഹനീഫ. മഹാനായ അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കാനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വഅജീഉ ഇലാ ഖബരിഹി, മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലാനുണ്ടായിരുന്നു. എന്തിനാ ഖബറിന്റെ അടുക്കലേക്ക് മഹാനായ ഷാഫി ഇമാം പോകുന്നത്? മഹാന്മാർ വിശദീകരിക്കുകയാണ്, യൈനി സായിറ,
സിയാറത്ത് ചെയ്യുന്നവരായ നിലക്ക് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്ത് നടത്തുന്നു ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തിലും. എന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ് വൈദാ അറളത്ലി ഹാജത്തുൻ, എനിക്ക് വല്ല ഹാജത്തും എനിക്ക് ആവശ്യം നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ചെയ്യുന്നെന്താണ്, സ്വല്ലൈതു റകഅതൈനി, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കാറുണ്ട്. എന്നിട്ട് വജിതു ഇലാ ഖബരിഹി, ഞാനിതാ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ ഷരീഫിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലാറുണ്ട്. എന്നിട്ടോ വസഅൽതു ഇലൈഹി തആല അൽ ഹാജത ഇൻദഹു, ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ പോയി ഞാൻ അല്ലാഹുവിനോട് ആവശ്യങ്ങൾ നിറവേറും ഞാൻ ചോദിക്കുന്നു. എന്നാൽ ഫമാ തബഉദു അന്നി ഹത്താ തുഖ്ലാ, വളരെ അടുത്ത സമയത്തിലായി എന്റെ ആവശ്യങ്ങൾ വീട്ടപ്പെടുന്നു. ഷിർക്കാണെങ്കിൽ ഷാഫി ഇമാമല്ലേ, ഷിർക്കിന് വേണ്ടി തന്നെ ജീവിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അതുപോലെ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ സഹോദരന്മാരെ? അതുകൊണ്ട് നിങ്ങൾ ബേജാറാകേണ്ടത്, ഏതെങ്കിലും പ്രസംഗം കേട്ടതുകൊണ്ട് ആരും ബേജാറാകേണ്ടതില്ല. ഇവിടൊക്കെ ഹബീബായ മുത്തുനബി തങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഖുലഫാഉർ റാഷിദീങ്ങൾ കാണിച്ചിരുന്നുണ്ട്, മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബേജാറാകേണ്ടതില്ല. മൂടൊക്കെ മഹാന്മാര ഹദറത്തിൽ പോയി അവിടെ ചോദിക്കാണ്, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, പടച്ചോനെ ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാസിലാക്കി കിട്ടേണ്ടതുണ്ട്, ഹാസിലാക്കി തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല സഹോദരന്മാരെ, ശിർക്കല്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഒരൊറ്റ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കറിയില്ലേ മരിച്ചാൽ തീർന്നുപോയി എന്ന വാദം അത് വളരെ വളരെ എന്ന് പറഞ്ഞാൽ അത് ഒന്നിനും കൊള്ളാത്തതായിരിക്കുന്ന വാദമാണ്. മരിച്ചാൽ തീർന്നുപോയി ആര് പറഞ്ഞു? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്, മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീ, ഇത് പറഞ്ഞ നിർത്താം. ഹബീബായ മുത്തുനബി തങ്ങൾ മദീനത്തെ പള്ളി ഒരു സ്വലാത്ത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ നബി തങ്ങൾ എവിടെയോ യാത്ര പോയപ്പോൾ ആ സ്ത്രീ വഫാത്തായി പോയി. നിങ്ങൾ നോക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്ന് ചോദിക്കാണ്, ആ സ്ത്രീ എവിടെയാണ്? ഇത് വിശദീകരിച്ച് ചില വഹാബികൾ പറയാണ്, ആ മദീനത്തെ പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിന് പോകാം. എന്താണ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ജുമാ ജമാഅത്തിന് പള്ളിക്ക് പോകാമെന്ന് തെളിവാണ് എന്ന് പറയാണ് വഹാബികൾ. എന്താ പറയാ അവർക്ക്? സുബ്ഹാന ജല്ല ജലാലുഹു, പള്ളിക്ക് ജുമാ ജമാഅത്തിന് നീ വരേണ്ടതില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു ഹുമൈദിൻ സായിദിയ റളിയല്ലാഹു അൻഹാ ചോദിക്കാണ് നബി തങ്ങളോട് ഇഷ്ടം കൊണ്ട്, നബിയേ തങ്ങൾ ഇമാമം നിൽക്കുന്ന മദീനത്തെ പള്ളി എത്രയോ പ്രതിഫലം കിട്ടുന്ന പള്ളി, സ്വഹാബാക്കളൊക്കെ മഅ്മൂമീങ്ങളായി നിസ്കരിക്കുന്ന പള്ളി, ആ പള്ളിയിൽ ഉമ്മു ഹുമൈദിൻ സായിദിയ എന്ന ഈ സ്ത്രീക്ക് നബിയേ തങ്ങളെ കൂടെ ജമാഅത്തായി ജുമാ ജമാഅത്തായി നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഉമ്മു ഹുമൈദിൻ സായിദിയ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ ഹബീബായ മുത്തുനബി തങ്ങളെ മറുപടിയോ, ഉമ്മമാരെ ചിന്തിക്കണം, ഏതെങ്കിലും മുപ്പരങ്കടി ടൗണിലേക്കോ പുത്തൂർ ടൗണിൽ വഹാബികളെ പള്ളി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ഈമാൻ കളങ്കപ്പെടുത്തരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ ഓൺലൈനിൽ കേൾക്കുന്ന ചില ആളുകൾ ഉണ്ടാവും, സുബ്ഹാനല്ലാഹ്, വിവരം തിരിയാത്ത ഏതെങ്കിലും ഉമ്മമാരുണ്ടെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ മുത്തുനബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി നല്ല നിലക്ക് പുഞ്ചിരിയോടുള്ള മറുപടിയാണ്. ഉമ്മു ഹുമൈദിൻ സായിദിയ റളിയല്ലാഹു അൻഹയോട്, ഓ ഉമ്മു ഹുമൈദിൻ സായിദിയ, നീ പറഞ്ഞത് ഞാൻ കേട്ടു, നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കി, എന്നെ കൂടെ നിസ്കരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്, ശരി തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഓ ശ്രീ, ഇതാ മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ, എന്റെ ബേക്കിൽ നിസ്കരിക്കുന്നതിനേക്കാൾ
ഏറ്റവും നിനക്ക് നല്ലത് നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ റൂമിൽ വെച്ച് ഈർട്ടിടതായ മുറിയിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക്. അതാ മദീനത്തെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ എന്റെ ബേക്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞപ്പോ, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉമ്മു ഹുമൈദ സായിദ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത്? വീട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ റൂം കെട്ടി നിസ്കാര റൂം ആക്കിക്കൊണ്ട് മഹാനായിരിക്കും മഹദിയായ ഉമ്മു ഹുമൈദ സായിദ റളിയല്ലാഹു അൻഹ അവിടെ വെച്ചും കൊണ്ട് നിസ്കരിച്ചു. ഏതുവരെ? ഹത്താ ഫാറഖത്തു ദുനിയ, ദുനിയാവിന്ന് വിട പറയുന്നത് വരെ, മരിക്കുന്നത് വരെ. പിന്നെ പുറത്തിഞ്ഞിട്ടില്ല, അവിടെ നിസ്കരിച്ചു. ആ ഉമ്മു ഹുമൈദ സായിദ റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്വർഗ്ഗത്തിലെ നമുക്ക് വേണ്ടത്. ഏതെങ്കിലും തോന്നി മാസം കളിക്കുകയാണെങ്കിൽ അതിലാരും പെട്ടുപോകണ്ട എന്ന് സാന്ദർഭികമായ ഒത്തുകാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെയോ? അടിച്ചു വാരുന്ന പള്ളി, മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ ഉണ്ടായിരുന്നല്ലോ മയ്യത്ത് നിസ്കരിക്കാൻ. പാവപ്പെട്ട ആളാകുമ്പോ നമ്മൾ നിസ്കരിക്കണല്ലോ. അതുകൊണ്ട് ബേജാറായി ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു സഹാബാക്കളോട്, അല്ല സഹാബാക്കളെ, ആ സ്ത്രീയുടെ സാധുവായ ആ സ്ത്രീയുടെ മഖ്ബറ എവിടെയാണ്, ഖബർ എവിടെയാണ്? ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് മഖ്ബറ ചോദിച്ചും കൊണ്ട് പോവുകയാണ്. എന്നിട്ടോ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഖബരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിന്റെ അടുക്കലെ അതേ ആ ഉമ്മയുടെ, ആ പാവപ്പെട്ട സ്ത്രീയുടെ ഖബറിന്റെ അരികത്ത് വെച്ചും കൊണ്ട് നിസ്കരിച്ചു. അവിടുത്തെ വാചകം എന്താണ്? സ്വല്ലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഖബരി, ഖബറിന്റെ മേൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഖബറിനെ ചവിട്ടിയിട്ടല്ല. എന്നോക്ക് അസ്സലാത്തു അലൽ മയ്യിത്തി, മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം എന്ന് പറയുമ്പോൾ മയ്യത്തിനെ ചവിട്ടിയും കൊണ്ട് നിസ്കാരമല്ല. അതുപോലെ അസ്സലാത്തു, അതുപോലെ അസ്സലാത്തു അലസ്വദിരി, നെഞ്ഞിന്റെ മേലുള്ള നിസ്കാരം. കൈപെട്ട് വെക്കേണ്ട അലസ്വദിരി, നെഞ്ഞിന്റെ മേലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല സഹോദരന്മാരെ, നെഞ്ഞിന്റെ അരികത്ത് എന്നാണ്. അതുപോലെ ഖബറിന്റെ സമീപത്ത് എന്നാണ്. അതുപോലെ തന്നെ മയ്യത്തിന്റെ സമീപത്തെന്നാണ്. ഇത് വിശദീകരിച്ച് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് തീർന്നോ സഹോദരന്മാരെ? ഹബീബായ മുത്തുനബി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ച് സിയാറത്ത് ചെയ്ത് ഖബറിൽ കിടക്കുന്ന ആ സ്ത്രീയോട് ഹബീബായ മുത്തുനബി തങ്ങൾ സംസാരിക്കുന്നു, ചോദിക്കുന്നു. എന്താ ചോദിച്ചെന്നറിയാമോ? അയ്യുൽ അമലി വജത്തി അഫ്ളല, പണ്ടേ നീ ഒരുപാട് സൽക്രമങ്ങൾ ഈ ഭൗതികമായ ലോകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന വലിയൊരു പ്രവർത്തനം നീ നടത്തിയിട്ടുണ്ട്. നിനക്ക് ഖബറിലെത്തുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ് നീ എത്തിച്ചത് പണ്ട് എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മാന്റെ മറുപടി ഹബീബായ മുത്തുനബി തങ്ങൾ കേൾക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പള്ളി, മദീനത്തെ പള്ളി അടിച്ചു വാരിയ ആ പ്രതിഫലമാണ് എനിക്ക് കൂടുതലും ഖബറിൽ അതാ ലഭിച്ചത് നബിയേ, ഫലവത്തായത് നബിയേ. മരണപ്പെട്ട പോയവരോട് സംസാരിക്കുന്നത് വിരോധമില്ല. സംസാരിക്കുന്നത് കേട്ട മഹാന്മാരുണ്ട്. ഹബീബായ മുത്തുനബികൾ സംസാരിക്കുകയാണ്. ആ സംസ്കാരം ആ സ്ത്രീ കേൾക്കുകയാണ്. സ്ത്രീ തിരിച്ചു പറയുമ്പോഴും കേൾക്കുകയാണ്. നൂറുകണക്കിന് സംഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലായി നാം എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്ത് ഉറൂസാണ്, എന്ത് സിയാറത്താണ്, എന്ത് മഖ്ബറയാണ്, എന്ത് മഹാനാണ്, എന്ത് തങ്ങളാണ്, എന്ത് ആലിമാണ്, എന്ത് മുതഅല്ലിമാണ്. അങ്ങനെ പറഞ്ഞ് ഈമാൻ കളങ്കപ്പെടുത്തരുതെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉറൂസിന് വേണ്ടി എത്തിയതായ
ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയവർ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ ഞാൻ മഹാനായ TH ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തട്ടെ. അവിടുത്തെ ആണ്ട് നേർച്ച നടക്കുമ്പോൾ അവിടുത്തെ മക്കള് ഇവിടെ ആ പരിപാടിക്ക് വേണ്ടി ക്ഷീരണിക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള മാംസം അവരാണ് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. പ്രത്യേകമായി എന്റെ അമ്മായിമാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. അവരെ തണലിലായി അവരെ പൊരുത്തത്തിലായി ഏറെക്കാലം ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഒരുമിച്ച് കൂടലും പ്രവർത്തനങ്ങളെല്ലാം ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം റഹ്മാനെ അചഞ്ചലമായി ഈമാൻ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ തെറ്റിപ്പോകാതെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, സ്വഹാബാക്കൾ പഠിപ്പിച്ച, തബഉ താബീങ്ങൾ പഠിപ്പിച്ച, അങ്ങനെ മുൻഗാമികളായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച, നമ്മുടെ മശായിഖന്മാർ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ആശയത്തിൽ നിന്ന് ഒരളവോളം പിന്നോട്ടില്ലാതെ അചഞ്ചലമായി ഈമാൻ നൽകണം റഹ്മാനെ. ആദർശം നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് അവസാനം മരണപ്പെടുന്ന സമയത്തിൽ കാമിലായ ഈമാനോടുകൂടെ ഞങ്ങളെ നീ മൗത്താക്കി തരണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന്റെ നേതൃത്വമായ മഹാനായ ഇസ്മായിൽ ഹാദി തങ്ങൾ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അസ്റഫ് സഖാഫി ഉസ്താദ്, ഉസ്മാൻ ഹാജി, അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും ആഫിയത്തും സന്തോഷം നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വർഷം ഈ ഉറൂസിനുണ്ടായ നമ്മുടെ എല്ലാം നേതൃത്വമായ മഹാനായ ഖുർറത്തുസ് സദാ തങ്ങൾ ഉസ്താദ് മുഹറം 1 ആകുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ അല്ലാഹ് ദർജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. മക്കൾ കുടുംബക്കാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബാത്തുകളിൽ നിന്ന് ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈമാനോടുകൂടി ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്തിൽ കാമിലായ ഈമാനോടുകൂടെ ഞങ്ങളെ നീ മൗത്താക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് സന്തോഷകരമാക്കണേ അല്ലാഹ്. എല്ലാവരോടും ദുആ വസിയത്തോടുകൂടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ എന്ന പരിശുദ്ധ നാമം കൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.